ഇടുക്കി കട്ടപ്പനയിലെ ലോട്ടറി മോഷണക്കേസ് പ്രതി പിടിയിലായി. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ അശോക ലോട്ടറി കടയിൽ നിന്നും ലോട്ടറിയും പണവും മോഷ്ടിച്ച ആളാണ് പിടിയിലായത്. നെടുങ്കണ്ടം കൂട്ടാർ സ്വദേശിയായ ഷാജി എന്ന് വിളിക്കുന്ന ആക്രി ഷാജിയാണ് പോലീസ് പിടികൂടിയത്. മോഷണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ക്യാമറയിൽ CCTVയിൽ പതിഞ്ഞത്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, മോഷ്ടാവ് പിടിയിലായിരിക്കുന്നു. ഇയാൾ ഈ സ്ഥലത്ത് തന്നെയുള്ളതാണോ? പ്രദേശവാസിയാണോ? സ്മൃതി, സംഭവം നടന്നത് കട്ടപ്പനയിലാണ്. പക്ഷേ പ്രതിയുടെ വീട് നെടുങ്കണ്ടം കൂട്ടാറിലാണ്. ഇന്നലെ പുലർച്ചെയാണ് കട്ടപ്പനയിലെ അശോക ലോട്ടറി കടയിൽ നിന്നും പണവും ലോട്ടറിയും മോഷണം പോകുന്നത്. അതായത് കടയുടമ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത് 1 ലക്ഷം രൂപയും 3.5 ലക്ഷം രൂപയുടെ ലോട്ടറിയും നഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇതിന് CCTV ഉൾപ്പെടെ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിട്ടുള്ളത്. നെടുങ്കണ്ടം കൂട്ടാർ സ്വദേശിയായിട്ടുള്ള ഷാജി എന്ന് വിളിക്കുന്ന ആക്രി ഷാജിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലാവുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് നെടുങ്കണ്ടം, കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ പ്രതിയുടെ പേരിൽ നിരവധി കേസുകളുണ്ട്. അതുകൊണ്ട് ഈ CCTV പരിശോധിച്ചപ്പോൾ തന്നെ ഈ പ്രതിയെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിരുന്നു. മോഷണം നടത്തിയ ശേഷം നെടുങ്കണ്ടത്തേക്ക് ഓട്ടോയിൽ പോകുകയും അവിടെ നിന്നും ഇറങ്ങിയ ശേഷം മറ്റൊരു ഓട്ടോയിൽ വീട്ടിലേക്ക് പോവുകയുമായിരുന്നു. ഈ ഓട്ടോയുടെ നമ്പർ ഉൾപ്പെടെ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും CCTV ദൃശ്യങ്ങൾ ഈ കേസിൽ നിർണായകമായി എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ ലോട്ടറി കടയിൽ എത്തിച്ച് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. സ്മൃതി, ശരി, മോഷ്ടാവ് പിടിയിലായിരിക്കുന്നു. മോഷണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രാഹുൽ സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.